അല്ല, ഒരാളെ സംബന്ധിച്ചോളം ഇപ്പോൾ ആക്സിങ്ങനെ ഞാൻ വീണ്ടും പറയുന്നത് വെറുതെ അത് ഒന്നുമല്ലാത്ത രീതിക്കാണ് പറയുന്നത്. പക്ഷേ അത്തരം വിവാദങ്ങളുണ്ടായി, കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടു. താങ്കളുടെ പേര് പരസ്യമായിട്ട് പറയുന്ന നിലയിലേക്ക് പോകുന്നു. പക്ഷേ ആ വ്യക്തി താങ്കളുടെ അടുത്ത് തെളിവായിട്ട് വരുമ്പോൾ ആ തെളിവ് പരാതിയായിട്ട് പോയിരുന്നു, പോലീസ് സ്റ്റേഷനിൽ വരെ പരാതിയായിട്ട് പോയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയി കഴിഞ്ഞ സമയത്ത് എന്നെ പോലീസ് വിളിച്ചിട്ടില്ല, എൻ്റെ പേരിൽ വന്നിട്ടില്ല. ഷോ കഴിഞ്ഞിട്ട് അവിടെ എന്തിൻ്റെയൊക്കെ പേരിൽ ഒന്നോ രണ്ടോ അതായത് അസിസ്റ്റൻ്റ് പിള്ളേർക്കെതിരെ കേസ് വന്നു എന്നാണ്. ഒരു ബേസ്ലെസ് കേസ് ആകുമ്പോഴാണല്ലോ അവർക്ക് അത്ര, അല്ലെങ്കിൽ ഇതിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ പോലീസ് എന്നെ വിളിക്കേണ്ടതല്ലേ, അല്ലേ? എനിക്കെതിരെ കേസ് അവർക്ക് കൊടുക്കുന്നതാണ്. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം എനിക്കെതിരെ വന്നിട്ടില്ല, നത്തിങ്. ഐ ക്യാൻ ബി അപ്പോൾ എനിക്ക് വന്നിട്ടില്ല. എനിക്ക് പോലീസിൻ്റെ കോള് വന്നിട്ട്, ഞാൻ അങ്ങനെ കോള് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവേണ്ടതല്ലേ? പൂനമല്ലി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഹാജരാവേണ്ടതാണ്. അങ്ങനെ ഹാജരായാലും ഒരു തെളിവ് പോലും ഇല്ല. യു ആർ ദ പീപ്പിൾ, യു ക്യാൻ ഡു ദ റിസർച്ച്. എനിക്കെതിരെ അങ്ങനെ കോള് വന്നിട്ടില്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല പോലീസായിട്ട്, എനിക്ക് യാതൊരു ഇതുമില്ല. അപ്പോൾ വേർ ഇസ് ദ പ്രൂഫ്? ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടായിരുന്നെങ്കിൽ ഈ ലെവലിൽ ഞാൻ ഇരുന്ന് ഇത്രയും കൂളായിട്ട് സംസാരിക്കില്ലല്ലോ. ഇല്ല, അത് കൃത്യമാണ്. താങ്കൾ പോലീസ് സ്റ്റേഷൻ വിളിച്ചില്ല എന്ന് താങ്കൾ കൃത്യമായിട്ട് പറയുന്നു. താങ്കൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് സഹിതം വരണമായിരുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾ കൂളായിട്ട് സംസാരിക്കുന്നത്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ അവസാന നിമിഷം, ഈ ബിഗ് ബോസിൻ്റെ അവസാന നിമിഷം വരെ താങ്കളുടെ പേരുണ്ടായിരുന്നു എന്നാണ് എനിക്കറിയപ്പെട്ടത്. അവസാന നിമിഷം വരെ താങ്കളാണ് എൻ്റെ ഡയറക്ടർ എന്നുള്ള പേരുണ്ടായിരുന്നു. പിന്നീട് പല ചർച്ചകൾ വന്നിട്ടാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വീട്ടിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാഗമാണ്. ഐ എം ഷിഫ്റ്റിംഗ് മൈ ഹൗസ്. തീർച്ചയായിട്ടും. അത് ഇപ്പം ഒരു കാര്യത്തിൽ ഞാൻ നോക്കി കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ദാറ്റ് ഐ എം നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ ആദ്യമായിട്ടാണ് ലൈക്ക് ഐ എം സ്റ്റേയിങ് അവേ ഫ്രം മൈ പാരൻസ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ സമയമായിട്ട് ഇത്. പിന്നെ ഇതിൽ കോർപ്പറേറ്റ് ഡിസിഷൻസ് ഉണ്ടാകാം, കമ്പനിയുടെ ഡിസിഷൻസ് ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷേ എനിക്ക് അതിൽ കൂടുതൽ ഇത് അന്വേഷിച്ച് പോകേണ്ട ഒരു കാര്യമില്ല. അതൊരു ഡിസിഷനാണ്. ഇതൊരു പ്രൊജക്റ്റാണ്, അല്ലേ? നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരുന്നു, ആവാൻ ഇരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ എന്തൊക്കെയോ ഡിസ്കഷനും നടന്നു. ദാറ്റ്സ് അത്രയായിട്ട് ഞാൻ കാണുന്നുള്ളൂ അതിനെ. ഇത് പറഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ടും സംസാരിച്ചതാണ്. എൻ്റെ മോളായിട്ടും ഒരു പ്രശ്നമില്ല, ഏഷ്യനെറ്റായിട്ടും ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു ടൈമല്ലേ, ചിലപ്പോൾ ഒരു ബ്രേക്ക് നല്ലതായിരിക്കാം. ഇത്രയും സിമ്പിളായിട്ട് പറയുമ്പോഴും ഇത്രയും വർഷം ഷോ ചെയ്ത ഒരു വ്യക്തി, ആ ഷോയോട് സാധാരണ പ്രേക്ഷകർക്ക് ആത്മബന്ധം ഉണ്ട്, അതുപോലെ തന്നെ ഷോ ഡയറക്ടർക്കും ആത്മബന്ധം ഉണ്ടാവും. എന്തുകൊണ്ടാണ് മാറ്റി നിർത്തൽ എന്ന് ഒരു പക്ഷേ ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇതൊരു ഷോ മാത്രമാണ് സെമി. ഞാൻ ആദ്യം ബിഗ് ബോസ് ചെയ്യുന്നത് 2006 ഹിന്ദി കളേഴ്സിൽ വന്ന ആദ്യ സീസണാണ്. അന്ന് ഞാൻ സ്റ്റോറി എഡിറ്ററാണ്. സ്റ്റോറി എഡിറ്ററിൽ നിന്ന് ഐ ഡോണ്ട് നോ, ഇപ്പം നിങ്ങൾക്കൊക്കെ ടെക്നിക്കൽ ടേംസ് ഒക്കെ അറിയുമെന്ന് എനിക്കറിയില്ല, അറിയാമായിരിക്കാം. പക്ഷേ അന്ന് ഞാൻ വെറും സ്റ്റോറി എഡിറ്ററാണ്. അവിടെ നിന്ന് ഞാൻ 2 സീസൺ കഴിഞ്ഞ് വേറെ ഒരുപാട് ഷോകൾ നമ്മൾ ചെയ്തു, അല്ലേ? ഞാനെപ്പോഴും ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ലൊരു പ്രൊജക്റ്റ് വരുമ്പോൾ ഗോഡ് വില്ലിംഗ്ലി, ഗോഡ് ബ്ലെസ്, എനിക്ക് എപ്പോഴും നല്ല പ്രൊജക്റ്റ് വന്നു എന്നുള്ളതാണ്. ഐ എം ഹാപ്പി, യുനോ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വേറെ പ്രൊജക്റ്റ് വരുമായിരിക്കും. ഇതിനു മുമ്പ് ഞാൻ ബിഗ് ബോസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനേക്കാൾ നല്ലൊരു പൊസിഷനിലേക്കും ഇല്ലെങ്കിൽ ഷോ ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം, അത്രയേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.